ബയോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ സിമ്പിൾ സബ്ജക്റ്റ് അല്ലേ, കാണാതെ പഠിച്ചാൽ പോരെ, ഇഷ്ടം പോലെ മാർക്ക് കിട്ടുമല്ലോ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോലുള്ള ടഫ് അല്ലല്ലോ എന്ന് കരുതുന്നവരാണ് നമ്മൾ മിക്കവരും. അവിടെയൊക്കെ അഭിപ്രായങ്ങളെ, നമ്മുടെ ഈ അഭിപ്രായങ്ങളെ ഒക്കെ മാറ്റിമറിക്കുന്ന പേപ്പറാണ് മക്കളെ +2 ബയോളജി എക്സാം ആണെങ്കിലും +1 ബയോളജി പേപ്പർ കാണുമ്പോഴും എനിക്ക് തോന്നിയത് മക്കളെ, ഇന്ന് നമ്മുടെ ബയോളജീൻ്റെ എക്സാം കഴിഞ്ഞു, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. എൻ്റെ വിലയിരുത്തല +1 ബയോളജി എക്സാമിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നും പഠിക്കാതെ പോയവർക്ക് ഇറ്റ് ഈസ് എ ടഫ് പേപ്പർ. ഒരു കാര്യവും നോക്കാതെ പോയ ആൾക്കാർക്ക് ഇത് ടഫ് പേപ്പറാ. ചരിത്രത്തിൽ ബയോളജി സിമ്പിളാണെന്ന് കരുതിയ പലരെയും കൊണ്ടും ബയോളജിയും ബാക്കി സബ്ജക്റ്റിനെ പോലെ വായിച്ചാൽ കിട്ടില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന പേപ്പറാ മക്കളെ ഇന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഒന്നും പഠിക്കാൻ പോയവർക്ക് ഇത് അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു പേപ്പർ ആയിരിക്കും. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിപ്പോയവർക്ക് ഇറ്റ് ഈസ് എ ആവറേജ് പേപ്പർ. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഈസ് എ ആവറേജ് പേപ്പർ. നല്ല സിമ്പിളാണ് ഞാൻ പറയുന്നില്ല. ചിലർ നല്ല പോലെ പഠിച്ച കുട്ടികളെയും എല്ലാം നോക്കിയ കുട്ടികളെയും കുഴപ്പിക്കുന്ന ചില ക്വസ്റ്റ്യനുകളും ഉണ്ട്. ഇറ്റ് ഈസ് എൻ ആവറേജ് പേപ്പർ മൈ ഒപ്പീനിയൻ. അത്ര പാടൊന്നുമല്ല, അത്ര സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് എൻ ആവറേജ് പേപ്പർ. ഒരു സിനിമ കാണുമ്പോൾ പറയുന്ന പോലെ ഒരു ആവറേജാ മക്കളെ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുന്ന് NCERT നമ്മൾ ഇന്നലെ ഒരു 7 മിനിറ്റിൻ്റെ 8 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ടോ? +1 ബയോളജി എളുപ്പമല്ലാന്ന്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. ബയോളജി ക്ലാസിഫിക്കേഷനിൽ നിന്ന് ടഫ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ഫംഗസിന്റെ സ്പോറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കുമെന്ന്. ആ ക്വസ്റ്റ്യൻ അതേപോലെ വന്നിട്ടുണ്ട് മക്കളെ. സൈക്ലിക് നോൺ സൈക്ലിക് നമ്മൾ വ്യത്യാസം വരും ഞാൻ പറഞ്ഞായിരുന്നു. ആ ക്വസ്റ്റ്യൻ അതേപോലെ വന്നിട്ടുണ്ട് മക്കളെ. സൈക്ലിക് നോൺ സൈക്ലിക് നമ്മൾ വ്യത്യാസം ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആവറേജ് പേപ്പർ മക്കളെ. പഠിച്ചവർക്ക്, ആദ്യം മുതൽ അത്യാവശ്യം പഠിച്ചവർക്ക് വേണമെങ്കിൽ ഫുൾ മാർക്ക് വരെ നേടാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെ ആയിരുന്നു. എന്നാലും കൊടുക്കുന്ന ചില ക്വസ്റ്റ്യനുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ടഫ് ചോദ്യങ്ങൾ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ടഫ് ചോദ്യങ്ങൾ വന്നത് ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. പ്ലാന്റ് കിങ്ഡം. ഇവിടുത്തെ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായി തോന്നിയ ചാപ്റ്റർ ഏതാ? പ്ലാന്റ് കിങ്ഡമാ. പ്ലാന്റ് കിങ്ഡത്തിൽ സാൽവീനിയന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അതേപോലെ ആൽഗേന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൽഗേന്റെ ക്ലാസിഫിക്കേഷൻ എന്തല്ല, ഫുൾ അല്ല, ഫ്ലജെല്ലയുടെ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഫ്ലജെല്ലയുടെ നമ്പർ ചോദിക്കാറില്ല. അവിടെ സെൽ വോളിന്റെ കോമ്പോസിഷൻ ഒന്നും ചോദിക്കാറില്ല. അവിടെ സോൾഡ്, ഫുഡ്, പിഗ്മെന്റ് ഒക്കെ ക്വസ്റ്റ്യൻ വരിക. ഈ വട്ടം കോളം കുറച്ചുകൂടെ വലുതായിട്ട് ചോദിച്ചിട്ടുണ്ട് ആൽഗേന്റെ ക്ലാസിഫിക്കേഷനിൽ. ടഫായിട്ട് എനിക്ക് തോന്നിയത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ക്രൈസോഫൈസ്, ഡൈനോഫ്ലജെലേറ്റ്, അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് അതിന് ഓഡ് 1 പിക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ആ ഓഡ് 1 പിക്ക് ചെയ്യണമെങ്കിൽ അതിൽ ആരൊക്കെയാ ഫോട്ടോസിന്തസിസ് ചെയ്യുക, ആരൊക്കെ ഫോട്ടോസിന്തസിസ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കണം. കുറച്ച് ഇടങ്ങേറായിട്ട് എനിക്ക് തോന്നി ആ 2ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെന്താ മക്കളെ, 6ാമത്തെ ക്വസ്റ്റ്യനില് സാൽവീനിയ, സെലാജിനല്ല സാൽവീനിയ, ഇവരുടെ ഡയഗ്രാം ചോദിക്കാറില്ല. സാധാരണ ഫിനേറിയന്റെയോ അല്ലെങ്കിൽ മാർക്കാൻഷ്യന്റെ ഒക്കെ ചോദിക്കുക. ഈ വട്ടം എടുത്ത് ചോദിക്കുന്ന ആരുടെയാ? സാൽവീനിയന്റെ ഒന്ന് വെറൈറ്റി ആയിട്ട് പ്ലാൻ കിണ്ടത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യനിൽ ആൽഗേന്റെ ഓരോ ആൽഗേന്റെ പേരും അവരുടെ കളറും സോൾഡ് ഫുഡും പിഗ്മെന്റും ഒക്കെ നോർമലി വരുന്ന ക്വസ്റ്റ്യനാ. അത് സിമ്പിൾ ക്വസ്റ്റ്യനാ. പക്ഷെ ഈ വട്ടം അവർ എന്ത് ചോദിച്ചു? ഫ്ലജെല്ലന്റെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ സെൽ വോൾ ഉണ്ടാക്കിയ കോമ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ആ ചാപ്റ്ററിനെ ടഫാക്കി മാറ്റി. 18ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാ, ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കുകയാണെങ്കിൽ ഫംഗസിന്റെ പേരുകൾ വരും. ഫംഗസിന്റെ സെക്ച്വൽ റിപ്രഷന്റെയും അസെക്ച്വൽ റിപ്രഷന്റെയും സ്പോറുകളുടെ പേര് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ. അതേപോലെ ചോദിച്ചു 18ാമത്തെ ക്വസ്റ്റ്യൻ. അതേപോലെ ചോദിച്ചു ഫംഗസിന്റെ സ്പോറിന്റെ പേരുകൾ ചോദ്യം വന്നു മക്കളെ. ഇതും കുറച്ച് ഇടങ്ങേറാണ്. 19ാമത്തെ ക്വസ്റ്റ്യനിലെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം, സാധാരണ ഡയഗ്രാം ഫോട്ടോസിന്തസിസിലെ ഡയഗ്രമാണ് ക്ലോറോപ്ലാസ്റ്റിനെ ചോദിക്കാറുള്ളത്. എന്നാൽ ഈ വട്ടം ചോദിച്ചേക്കുന്ന 19ാമത്തെ ക്വസ്റ്റ്യൻ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിലെ കുറച്ചുകൂടെ ഇടങ്ങേറായ ഡയഗ്രമാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു ഇടങ്ങേറായ ഡയഗ്രമാ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ കിടക്കുന്നത്. ആ ഡയഗ്രം തന്നെ അവരെടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യനിലെ B പോയിന്റ്, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് കാണുന്നത് എവിടെ? സൈഗോട്ടീനില. റീകോമ്പിനേഷൻ നൊഡ്യൂൾ എവിടെ കാണാ? പാക്കറ്റില്ല. എന്നാൽ ക്രോമാറ്റിൻ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്പിൻഡിൽ ഫൈബർ അസംബിൾ ചെയ്യുന്ന സ്റ്റേജ് ഏതാണ് ചോദ്യം. അതെല്ലാവർക്കും അങ്ങനെ കിട്ടാറില്ല. അത് ഡയാകൈനസിസ് സ്റ്റേജിൽ അത് കാണുക. അത് ഈ വട്ടം ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യനുകൾ ഇടങ്ങേറാണ്. ഇത്രയും ക്വസ്റ്റ്യനുകളാണ് വേഗം അങ്ങോട്ട് കിട്ടാത്ത പോലെ എനിക്ക് തോന്നിയ ടഫ് ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടഫായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ മക്കളെ. അപ്പോൾ നമുക്ക് വേഗം ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. നമുക്ക് വേഗം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇതാണല്ലോ, നിങ്ങൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് വേഗം പോവാമടാ. വേഗം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഏതെങ്കിലും കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ,
ചോദ്യങ്ങൾ ആർക്കെങ്കിലും കിട്ടാത്ത ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളൊന്ന് മെൻഷൻ ചെയ്യണം. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ അതേപടിയൊന്നും വന്നിട്ടില്ല, ഞാൻ പറയുന്നുമില്ല. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ അതേപടി വന്നിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനുകളാണ് മുക്കാലും. ഫുള്ളും ഞാൻ പറഞ്ഞാന്ന് പറയുന്നില്ല മക്കളെ. മുക്കാൽ ക്വസ്റ്റ്യനുകൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ വാ മക്കളെ. Name the condition in which stamen attached to petal. Stamen attached to petal. നമ്മൾ പറഞ്ഞ സൊളനേസിയ ഫാമിലിയിലെ കൊറോള എത്ര? 5 എണ്ണമാ. ആൻഡ്രീഷ്യത്തിൽ സ്റ്റേമൻ എത്ര എണ്ണമാ? 5 എണ്ണമാ. ഈ ആൻഡ്രീഷ്യത്തിലുള്ള സ്റ്റേമൻ പെറ്റലുമായി അറ്റാച്ച് ചെയ്താൽ ഇതിന്റെ പേരെന്താ നമ്മൾ വിളിക്കുക? എപ്പിപെറ്റാലസ് കണ്ടീഷൻ. എന്താ വിളിക്കുക? എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്ന് വിളിക്കുക. എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്ന് വിളിക്കുക മക്കളെ. ഇതിൽ ഓട് വണ്ണ ഏതാ? ഇതാണ് ഞാൻ പറഞ്ഞത്, ടഫാണ്, കുറച്ച് മനസ്സിലാക്കാൻ പാടാ. പ്രോട്ടിസ്റ്റയിലെ ക്രൈസോഫൈസിന്റെ ഫോട്ടോസിന്തസിസ് ചെയ്യും, ഡയനോഫ്ലജെല്ലൈറ്റ് ഫോട്ടോസിന്തസിസ് ചെയ്യും, യുഗുലിനോയിഡ്സ് ഫോട്ടോസിന്തസിസ് ചെയ്യും. എന്നാൽ സ്ലൈം മൗൾഡുകൾ ആരാ? പാരസൈറ്റുകളാണ്, ഫോട്ടോസിന്തസിസ് ചെയ്യില്ല. അപ്പൊ ഇതിൽ ഓട് വണ്ണാര മക്കളെ? സ്ലൈം മൗൾഡുകളാണ്. സ്ലൈം മൗൾഡുകൾ എന്താ? ഫോട്ടോസിന്തസിസ് ചെയ്യില്ല, നോൺ ഫോട്ടോസിന്തറ്റിക്. ബാക്കി എല്ലാവരും എന്താ? ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പൊ ഓട് വൺ സ്ലൈം മൗൾഡ്. റീസൺ എന്താ? ബിക്കോസ് ദേ ആർ നോൺ ഫോട്ടോസിന്തറ്റിക്, ഓൾ അതേഴ്സ് ആർ ഫോട്ടോസിന്തറ്റിക്. ഇത് ഏത് സ്റ്റേജ്? ഞാൻ പറഞ്ഞ ഇത് വരും എന്ന് പറഞ്ഞതാ. ക്രോമസോമുകൾ നടുക്കാണെങ്കിൽ ഉറപ്പിച്ചു വെച്ചോ, ഇത് ഏത് ഫേസ് ആയിരിക്കും മക്കളെ? ക്രോമസോം നടുക്കാണെങ്കിൽ അത് ഏത് ഫേസാ? മെറ്റാഫേസ് ആണ്. റൂട്ട് എടുത്താൽ പാരം കൈമാറ്റ സെല്ല് കാണും സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയ്ക്ക്. ഇതാണ് റൂട്ടിലെ എൻഡോഡെർമിസ്. ഇതെന്താ? പെരിസൈക്കിൾ. ഇത് സൈലമാ ഫ്ലോയമാ? ഡിഫറെന്റ് റേഡിയസിലല്ലേ കാണുക. ഇവർക്കിടയിൽ കാണുന്ന പാരം കൈമാറ്റ സെല്ലുകളുണ്ട്. ഇവർക്കിടയിൽ കാണുന്ന പാരം കൈമാറ്റ സെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കുക? കൺജന്റീവ് ടിഷ്യൂ. എന്താ വിളിക്കുക? കൺജന്റീവ് ടിഷ്യൂ എന്നാ വിളിക്കുക. കൺജന്റീവ് ടിഷ്യൂ എന്നാ നമ്മൾ ആരെ വിളിക്കുക? സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയ്ക്ക് കാണുന്ന പാരം കൈമാറ്റ സെല്ലുകളെ നമ്മൾ വിളിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ. യൂകാരിയോട്ട് റൈബോസോം 80S ആണ്. പിന്നെ പ്രോകാരിയോട്ട് എന്താ? 70S. നമ്മൾ ഇന്നലെ പറഞ്ഞതാ 80S 70S. വാട്ട് ഡസ് എസ് എന്ന് പറഞ്ഞാൽ? എസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എസ് എന്ന് പറഞ്ഞാൽ സ്വിഡ്ബർഗ് യൂണിറ്റ് എന്ന് എഴുതരുത്, ഫുൾ നെയിം എഴുതണം. സ്വിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ്. സ്വിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ്. സ്വിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ്. അതാണ് എസിന്റെ വാക്ക്. എസിന്റെ വാല്യൂ എന്താ? സ്വിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ്. സ്വിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ്. മക്കളെ ഇത് കുറച്ച് ചെറുതാക്കണം. അയ്യോ, സ്വിഡ്ബർഗ് യൂണിറ്റ് ഓഫ് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ്. അടുത്ത ചോദ്യം നോക്ക് മക്കളെ. അടുത്ത ചോദ്യം ഇതാണ്. ഉത്തരം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അടുത്ത ചോദ്യം നോക്ക് മക്കളെ, ഇങ്ങോട്ട് വാ. അടുത്ത ചോദ്യം ഇതാ മക്കളെ. ഇതിൽ ഏത് പ്ലാന്റ് ആണ് ചോദ്യം? ഇതേത് പ്ലാന്റാ? സാൽവീനിയ. ഇതേത് പ്ലാന്റാ മക്കളെ? സാൽവീനിയ ആണ്. ആ പ്ലാന്റ് ഏതാ? സാൽവീനിയ. ഈ പ്ലാന്റ് പേര് സാൽവീനിയ. സെലാജിനല്ല, സാൽവീനിയ എന്താ? ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ കാണിക്കുന്നവരാ. ഈ ചിത്രം ഏതാ? സാൽവീനിയ. ഇത് അങ്ങനെ ചോദിക്കാറില്ല, എന്നാൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സാൽവീനിയ. ഈ 2, ഈ 6 ടഫ് ചോദ്യങ്ങളാ. ഹെറ്ററോസ്പോർ ഈസ് എ പ്രിക്കോഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ്. ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ സീഡ് ഹാബിറ്റിലേക്ക് നയിക്കും. കാരണം എന്താ? ഈ കാരണം നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇത് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ സീഡ് ഹാബിറ്റിലേക്ക് നയിക്കും. കാരണം എന്താ? ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എന്ത് ചെയ്യും സാറേ? റിട്ടൈൻ ചെയ്യും. ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് റിട്ടൈൻഡ് ഇൻ സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ തന്നെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് നിലനിന്നു, റിട്ടൈൻ ചെയ്തു, ഒതുക്കി നിർത്തി. സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ തന്നെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്കിനെ റിട്ടൈൻ ചെയ്യാൻ പറ്റുന്നു, ഒതുക്കി നിർത്താൻ പറ്റുന്നു. അതാണ് സീഡ് ഹാബിറ്റിലേക്ക് നയിച്ചത്. അപ്പൊ എന്താ പറ്റുക? സൈഗോട്ട് ഈ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ വളർന്നോളൂ. ആ സൈഗോട്ട് എംബ്രിയോ ആകും, പിന്നെ സീഡ് ആയിക്കോളും. ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് റിട്ടൈൻഡ് ഇൻ സ്പോറോഫൈറ്റ്. ഇത് എഴുതി വെച്ചാൽ മതി, ഒരു മാർഗ് കിട്ടിയേനെ. ഇതിനൊരു മാർഗ്. ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് റിട്ടൈൻഡ് ഇൻ സ്പോറോഫൈറ്റ്. അടുത്ത ചോദ്യം നോക്ക് മക്കളെ. അടുത്ത ചോദ്യം നോക്കടാ. ഈ ചോദ്യം നോക്ക്. ഞാൻ സൂം ചെയ്യുന്നില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. The pattern of arrangement of leaf-on stem എന്താ വിളിക്കുക? ഫിലോടാക്സി എന്ന് നമ്മൾ വിളിക്കുക. ഫിലോടാക്സി എന്നാ വിളിക്കുക. ഞാൻ പറഞ്ഞാണ് ഡെഫിനിഷൻ പഠിച്ചു പോകണമെന്ന്. ഫിലോടാക്സി എന്നാ വിളിക്കുക. The term describes pattern of arrangement of leaf on a stem. ലീഫ് സ്റ്റെമ്മില് എങ്ങനെയാ ലീഫ് അറേഞ്ച് ചെയ്തേക്കണേ? ആ ടേം എന്താ? ഫിലോടാക്സി എന്നാ വിളിക്കുക. ഈ 3 ഫിലോടാക്സി ഉണ്ട്. ഏതാ? ചൈന റോസിൽ കാണുന്ന അൾട്ടർനേറ്റ് ഫിലോടാക്സി. ഇവിടെ എന്താ? ഒരു നോഡിൽ നിന്ന് 2 എണ്ണം ഉണ്ടാകും. ഗുവയില കാണുക, ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഇത് അൾസ്റ്റോണിയല കാണുക. ഇതിന്റെ പേരെന്താ? വേൾഡ് ഫിലോടാക്സി. 3 ഫിലോടാക്സി, അൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. 3 ടൈപ്പ് ഫിലോടാക്സി എഴുതി വെക്കണം. അടുത്തെന്താ മക്കളെ?
ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്സസറി പിഗ്മെന്റ്സിനെ തന്നെയാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് വിളിക്കുക. നെയിം ദ മെയിൻ പിഗ്മെന്റ് മോളിക്യൂൾ ഇൻ റിയാക്ഷൻ സെന്റർ ആക്ട് ചെയ്യുന്ന പിഗ്മെന്റ് ഏതാ? ക്ലോറോഫിൽ എ. മെയിൻ എന്ന് കേട്ടാൽ ഫോട്ടോസിന്തസിസിലെ മെയിൻ എന്ന് കേട്ടാൽ അതാരാ? ക്ലോറോഫിൽ എ ആ. വാട്ട് ആർ ദ ആക്സസറി പിഗ്മെന്റുകൾ ആരൊക്കെയാ മക്കളെ? ക്ലോറോഫിൽ ബി ഉണ്ട്, അതേപോലെ ആരുണ്ട്? സാന്തോഫിൽ ഉണ്ട്, അതേപോലെ ആരുണ്ട്? കരോട്ടീൻ ഉണ്ട്. ഇവരൊക്കെയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ആക്സസറി പിഗ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഈ ചിത്രം ഞാൻ ഇന്ന് രാവിലത്തെ മോർണിംഗ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. ഈ രണ്ടിന്റെ വാസ്കുലാർ ബണ്ടിലിന്റെ പ്രത്യേകത ഇവിടെ നോക്ക്. വാസ്കുലാർ ബണ്ടിൽസ് എന്താ? സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽ എവിടെ കാണുക മക്കളെ? മോണോകോട്ട് സെമ്മിലാണ് എന്ത് കാണുക? സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽ കാണുക. ഇവിടെ എങ്ങനെ വാസ്കുലാർ ബണ്ടുകൾ റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കണേ. റിംഗ് ഷേപ്പ് എവിടെ കാണുക? ഡൈക്കോട്ട് സെമ്മിലാണ് കാണുക. ഡൈക്കോട്ട് സെമ്മിൽ എന്താ കാണുക? റിംഗ് ഷേപ്പ്ഡ് വാസ്കുലാർ ബണ്ടിൽ. ഇവിടെ എന്താ കാണുക? സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ മോണോകോട്ട് സെം, ബി എന്താ? ഡൈക്കോട്ട് സെം. പെക്യുലാരിറ്റി ഓഫ് വാസ്കുലാർ ബണ്ടിൽ എന്താ? ഇവിടെ വാസ്കുലാർ ബണ്ടിൽ സ്കാറ്റേർഡാ. എല്ലാ വാസ്കുലാർ ബണ്ടിൽ സ്കാറ്റർ മാത്രമല്ല, എല്ലാ വാസ്കുലാർ ബണ്ടിൽസിന് സെയിം സൈസ് അല്ല, ഡിസിമിലർ സൈസാ. ഇവിടെ എങ്ങനെ? വാസ്കുലാർ ബണ്ടിൽ റിംഗ് പോലെ കാണുക, എല്ലാ വാസ്കുലാർ ബണ്ടിലും സെയിം സൈസാ. റിംഗ് ഷേപ്പ്ഡ്, റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ, അങ്ങനെ പറയണം. റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിലാ. ഇവിടെ സ്കാറ്റേർഡ്, ചെതറിക്കിടക്കുന്ന വാസ്കുലാർ ബണ്ടിലാ. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത് എന്താ സാറേ ട്രൈക്കോം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിഡെർമിസിൽ നിന്ന് കാണുന്ന മൾട്ടി സെല്ലുലാർ എക്സ്റ്റൻഷനുകൾ ഓഫ് എപ്പിഡെർമിസിൽ നിന്ന് വരുന്ന മൾട്ടി സെല്ലുലാർ എക്സ്റ്റൻഷനുകളാണ് ആര്? ട്രൈക്കോമുകൾ. എവിടെ മാത്രമേ കാണൂ? സെമ്മിൽ, ലിഫിലെ കാണൂ, റൂട്ടിൽ കാണില്ല. റൂട്ടിൽ കാണുകയാണെങ്കിൽ റൂട്ട് ഹെയർസ് എന്നാണ് വിളിക്കുക. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? NCERT പറയുന്നുണ്ട് ഫംഗ്ഷൻ. നമ്മളെ ഷുവർ ക്വസ്റ്റ്യനിലെ റൂട്ട് ഹെയറും ട്രൈക്കോമും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നുണ്ട് എന്താ? പ്രിവെന്റ് വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിരേഷൻ വഴി കുറെ വാട്ടർ പോകാതെ നോക്കും. പ്രിവെന്റ് വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിരേഷൻ വഴി കുറെ വാട്ടർ പോകാതെ നോക്കും. ആര്? നമ്മുടെ ട്രൈക്കോമുകൾ. എൻഡോ മെമ്പറൈൻ, വെരി വെരി സിമ്പിൾ. എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിലെ ഓർഗനുകൾ ആരൊക്കെയാ വരിക? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂൾ. ഈ 4 എണ്ണം എഴുതി വെച്ചാൽ 2 മാർക്കായി. ഈ 4 കൂടെ കോർഡിനേറ്റഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ 4 പേരെ കൂടെ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? എൻഡോ മെമ്പറൈൻ സിസ്റ്റമാ. എക്സിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽ ഓർ പെറ്റൽ ഇൻ എ ഫ്ലവർ. അതാണ് എക്സിവേഷൻ. ഇതിൽ ഏതൊക്കെയാണ്? ABCD ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ABCD ഏതൊക്കെയാ? എ എന്താ? വടിവ്, വടിവെന്ന് ഓർത്താൽ മതി. ഇതെന്താ? വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. ഹൗ ഡസ് സൈറ്റോകൈനസിസ്? യെസ്, വെരി ഗുഡ്. ഞാൻ ഷുവർ ക്വസ്റ്റ്യനിൽ തന്ന ക്വസ്റ്റ്യനാ. സൈറ്റോകൈനസിസ് എങ്ങനെയാണ് പ്ലാന്റ്സിലും ആനിമൽസിലും നടക്കുക? സിമ്പിൾ സാറേ. പ്ലാന്റ്സിൽ എങ്ങനെ നടക്കുക? പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുക? ബൈ സെൽ പ്ലേറ്റ് ഫോർമേഷൻ. സെൽ പ്ലേറ്റ് ഉണ്ടാകും. സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാണ് പ്ലാന്റ് സെല്ലിൽ എന്ത് നടക്കുക? സൈറ്റോകൈനസിസ് നടക്കുക. ആനിമൽ സെല്ലിൽ എങ്ങനെയാ സാറേ സൈറ്റോകൈനസിസ് നടക്കുക? ബൈ ഫറോ എന്ന് പറഞ്ഞ കുഴികൾ. ബൈ ഫറോ ഫോർമേഷൻ ഇൻ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈനിൽ എന്തുണ്ടാകും? ഫറോ ഉണ്ടാകും. പ്ലാന്റ് സെല്ലാണെങ്കിൽ സെൽ പ്ലേറ്റ് വഴിയാ സൈറ്റോകൈനസിസ് നടക്കുക. ആനിമൽ സെല്ലാണെങ്കിലോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫറോ ഉണ്ടാകും. അത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് വളരും, നടുക്ക് വെച്ച് മീറ്റ് ചെയ്യും. അപ്പോൾ സൈറ്റോകൈനസിസ് നടക്കും. ഓക്കെ അല്ലേ മക്കളെ? ഇത് നോക്കടാ. ഇത് കണ്ടോ? ഞാൻ പറഞ്ഞ 14ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ടഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാ. ഇത് സാധാരണ ഇങ്ങനെ ചോദിക്കാറില്ല മക്കളെ. സാധാരണ ഇവിടെ ചോദിക്കുന്നത് ആൽഗേന്റെ കളർ എന്താ, അതിലെ സ്റ്റോർഡ് ഫുഡ് എന്താന്നാ. ഇവട്ടം സെൽവോൾ എന്ത് വെച്ച് ഉണ്ടാക്കിയ ഫ്ലജേലിന്റെ നമ്പറും ചോദിച്ചു. ക്ലോറോഫൈസിയ ഗ്രീൻ ആൽഗെ സെൽവോൾ എന്ത് വെച്ച് ഉണ്ടാക്കിയേക്കണത്? സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചാ. എല്ലാവരും എഴുതിയായിരുന്നോ മക്കൾ? ഇതൊക്കെ എഴുതാൻ കേട്ടോ, നാണക്കേടാടാ. സെല്ലുലോസ് വെച്ചാ. ഫിയോഫൈസിയന്റെയോ സെല്ലുലോസും ആൾജിനും വെച്ച അവരുടെ സെൽവോൾ ഉണ്ടാക്കിയേക്കണത്. ഇവരുടെയോ സെല്ലുലോസ്, പെക്റ്റിന്, പോളിസൾഫേറ്റ് എക്സൈസ്. ഇന്ന് രാവിലത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു സെൽവോളിന്റെ കോമ്പോസിഷൻ. അപ്പോൾ ഞാൻ ഫ്ലജെല്ലിന്റെ നമ്പർ പഠിക്കേണ്ടെന്നായിരുന്നു മക്കളെ പറഞ്ഞത്. അത് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വന്നു. ഇതിന് എന്തു മനസ്സിലായി? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്ന ഒന്നും അല്ല ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതാത്തതോ അതൊക്കെ ഇമ്പോർട്ടൻ്റ്.
അപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോ. ഇതെന്താ? ക്ലോറോഫൈസയ്ക്ക് 2 to 8 ഫ്ലജല്ലകൾ ഉണ്ട്. ഫിയോഫൈസയ്ക്കോ 2 ഫ്ലജല്ലേ ഉള്ളൂ. റോഡോഫൈസയ്ക്ക് എന്താ? ഫ്ലജല്ല ആബ്സെന്റ് ആണ്. 2 to 8 2 മുതൽ 8 എണ്ണം വരെ കാണും ക്ലോറോഫൈസയ്ക്ക്, 2 എണ്ണമേ ഫിയോഫൈസയ്ക്ക്, 2 എണ്ണവും അൺഈക്വൽ ആണ്. ഇവിടെ 2 to 8 ഈക്വൽ എപ്പിക്കൽ, ഇവിടെ അൺഈക്വൽ ലാറ്ററൽ എന്നൊക്കെ വിളിക്കുന്നുണ്ട് NCERT. റോഡോഫൈസയ്ക്ക് എന്തില്ല? ഫ്ലജല്ല ഇല്ല. ഫ്ലജല്ല ഇല്ലാത്ത ആൽഗെ ആരാ? റോഡോഫൈസയാണ്. ഇത് ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ മക്കളെ. ഐഡന്റിഫൈ ദ സെൽ ഫോളോയിങ് ഇൻ ദ ഫംഗ്ഷൻ. ഏതൊക്കെയാ? ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് ഇൻ ദ അഡാക്സിയൽ എപ്പിഡെർമിസ് ഓഫ് ഗ്രാസ്. ഗ്രാസ് എന്ന് പറഞ്ഞാൽ മോണോകോട്ടുകൾ. മോണോകോട്ട് ലീഫിന്റെ അഡാക്സിയൽ എപ്പിഡെർമിസിൽ ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് കാണാം. ആ സെൽസുകളെ നമ്മൾ എന്താ വിളിക്കുക? ആ സെൽസുകളെ വിളിക്കുന്ന പേരാണ് ഏത്? ബുള്ളിഫോം സെൽസ്. ആ സെൽസിന്റെ പേരെന്താ പറ? ബുള്ളിഫോം സെൽസ്. ഈ ബുള്ളിഫോം സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബുള്ളിഫോം സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ ആണ് മക്കളെ ലീഫ് എക്സ്പോസിങ് ആൻഡ് ലീഫ് കേർലിംഗ്. ലീഫ് കേർലിംഗ് ആൻഡ് ലീഫ് എക്സ്പോസിങ്. വെള്ളം നല്ല പോലുള്ളപ്പം ഈ ബുള്ളിഫോം സെൽസ് വെള്ളത്തെ അബ്സോർബ് ചെയ്യും, വീർക്കും, അപ്പം ലീഫ് എക്സ്പാൻഡ് ആകും. വെള്ളമില്ലെങ്കിലോ ഈ ബുള്ളിഫോം സെൽസ് ഈ ലീഫിനെ മടക്കും, ചുരുട്ടും, ചെയ്യിക്കും. എന്തിനാ? വാട്ടർ ലോസ് തടയാൻ, ടു പ്രിവെന്റ് വാട്ടർ ലോസ്. ലീഫ് എക്സ്പോസിങ് ആൻഡ് ലീഫിനെ നിവർത്തി നിർത്തുന്നതും ബുള്ളിഫോം സെൽസാ, ലീഫിനെ മടക്കി നിർത്തുന്നതും ആരാ? ബുള്ളിഫോം സെൽസാ. എന്താ പ്ലാസന്റേഷൻ? വെരി വെരി സിമ്പിൾ. ഇതൊന്നും അറിയാത്ത ആൾക്കാർ കാണില്ല. എന്താ പ്ലാസന്റേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസന്റ ഓഫ് ഓവറി. അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ പ്ലാസന്റ ഓഫ് ഓവറി. 2 ടൈപ്പ് ചോദിച്ചേക്കണം. ഏതൊക്കെ? ഫേസ്ബുക്ക് മാപ്പ് ഫേസ്ബുക്ക് വടിവ് പോലെ മാപ്പ് ഫേസ്ബുക്ക്. മാർജിനൽ, ആക്സൈൽ, പരൈറ്റൽ, ഫ്രീസെന്റൽ, ബേസൽ. ഏതെങ്കിലും 2 എണ്ണം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. പേരെഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. ഏതെങ്കിലും 2 എണ്ണം എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അടുത്ത എന്താ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ 17ാമത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ഷുവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനാ. എന്താ ഈ ക്വസ്റ്റ്യൻ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഷുവർ ക്വസ്റ്റ്യന്റെ സമയത്ത് ഞാൻ പറഞ്ഞതാ 28 തവണ മലയ്ക്ക് പോകും, 28 തവണ പളനിക്ക് പോകും, 18 തവണ മലയ്ക്ക് പോകും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാ ഇത്. ശ്രദ്ധിച്ചോ? ഇതേതാ മക്കളെ? ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉള്ളൂ. ഫോട്ടോസിസ്റ്റം 1 മാത്രമുള്ളത് മാത്രമല്ല, ഇലക്ട്രോണുകൾ ഇങ്ങനെ വട്ടത്തിലാണ് കറങ്ങുക. അപ്പൊ ഇത് ഏതിന്റെ ചിത്രമാ? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. എന്തിന്റെ ചിത്രമാ? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെ ചിത്രമാണ് മക്കളെ. ഇത് എവിടെ വെച്ച് നടക്കുക? ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമാ ലാമെല്ലയിൽ വെച്ച്. ഞാൻ പഠിപ്പിച്ചതാ. സൈക്ലിക് നോൺ സൈക്ലിക് നമ്മൾ വ്യത്യാസം ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ. ഇത് എവിടെ വെച്ച് നടക്കുക? സ്ട്രോമാ ലാമെല്ലയിൽ വെച്ച് നടക്കുക. മെൻഷൻ ഇസ് ഫോട്ടോസിസ്റ്റം. ഇത് നടക്കാൻ വേണ്ട ഫോട്ടോസിസ്റ്റം ഏതാ? ഫോട്ടോസിസ്റ്റം 1 മാത്രം മതി. സൈക്ലിക്ക് എവിടെ വെച്ച് നടക്കുക? സ്ട്രോമാ ലാമെല്ലയില്. ഇത് നടക്കാൻ മെൻഷൻ ഇസ് ഫോട്ടോസിസ്റ്റം. ഇതിന്റെ ഫോട്ടോസിസ്റ്റത്തെ കുറിച്ച് പറയാനാ പറഞ്ഞേക്കണത്. ഇതിന്റെ ഫോട്ടോസിസ്റ്റം ഏതാ? ഫോട്ടോസിസ്റ്റം 1. ഫോട്ടോസിസ്റ്റം 1ന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ഡിസ്കവേർഡ് ആണ്. മാക്സിമം 700 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് വലിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് ഫോട്ടോസിസ്റ്റം 1. വാട്ടർ സ്പ്ലിറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്തവരാണ് ഫോട്ടോസിസ്റ്റം 1. ഫോട്ടോസിസ്റ്റം 1 എന്ന് എഴുതി വെച്ചാൽ മതി മക്കളെ. 18ാമത്തെ ചോദ്യം. ഇന്നലത്തെ 7 മിനിറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാ ഇത് പഠിച്ചു പൊക്കോണമെന്ന്. ഫൈക്കോമൈസിസിൽ എന്താ? ഫൈക്കോമൈസിസിൽ ഉള്ള സെക്ച്വൽ റിപ്രൊഡക്ഷനിലെ സ്പോറിന്റെ പേരെന്താ? സെക്ച്വൽ റിപ്രൊഡക്ഷനിലെ സ്പോറിന്റെ പേരാണ് സൈഗോസ്പോർ. സെക്ച്വൽ റിപ്രൊഡക്ഷന്റെ സ്പോറിന്റെ പേരെന്താ? സൈഗോസ്പോർ. സെക്ച്വൽ റിപ്രൊഡക്ഷന്റെ സമയത്ത് ഫൈക്കോമൈസിസ് ഉണ്ടാക്കുന്ന സ്പോറിന്റെ പേര് സൈഗോസ്പോറ മക്കളെ, സൈഗോസ്പോറ. അസെക്ച്വൽ റിപ്രഷന്റെ സമയത്ത് ഉണ്ടാക്കുന്ന സ്പോറിന്റെ പേരാണ് അപ്ലാനോസ്പോസ്. എന്താ വിളിക്കുക? അപ്ലാനോസ്പോസ് എന്നാ വിളിക്കുക. സെക്ച്വൽ റിപ്രഷന്റെ സമയത്ത് ഫൈക്കോമൈസിസ് ഉണ്ടാക്കുന്നത് സൈഗോസ്പോറ. അസെക്ച്വൽ റിപ്രഷന്റെ സമയത്ത് ഉണ്ടാക്കുന്ന സ്പോറിന്റെ പേര് അപ്ലാനോസ്പോർ. എക്സാമ്പിൾ ഏതാ വരിക? റാം. ഓർമ്മയുണ്ടോ? റാം റൈസോപ്പസ് അൽബ്യൂഗോ മ്യൂക്കോർ. റൈസോപ്പസ് അൽബ്യൂഗോ മ്യൂക്കർ ഒക്കെ എന്താ? ഫൈക്കോമൈസിസ്. അസ്കോമൈസിസിന്റെ സെക്ച്വൽ റിപ്രൊഡക്ഷനിലെ സ്പോറിന്റെ പേരെന്താ? സെക്ച്വൽ റിപ്രൊഡക്ഷനിലെ സ്പോറിന്റെ പേരാണ് അസ്കോസ്പോസ് എന്ന വിളിക്കുക. എന്നാൽ അസ്കോമൈസിസിന്റെ അസെക്ച്വൽ റിപ്രൊഡക്ഷന്റെ സമയത്ത് സ്പോറിന്റെ പേരെന്താ? കൊനീഡിയ. ഇതിൽ ആരേ ഉള്ളൂ? ബെസിഡിയോസ്പോസ് ബെസിഡിയോമൈസിസിലെ കാണാ. കൊനീഡിയ ആണ് അസ്കോമൈസിസിന്റെ അസെക്ച്വൽ റിപ്രൊഡക്ഷന്റെ സ്പോറിന്റെ പേര്. എക്സാമ്പിൾ എന്താ വരിക? എക്സാമ്പിൾ പെനിസിലിയം, ഈസ്റ്റ്, മോറൽസ്, ട്രഫിൾസ്, ക്ലാവിസെപ്സ്, അസ്പെർജിലസ്, ന്യൂറോസ്പോറ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? അസ്കോമൈസിസ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആരാ വരിക?
ക്ലാവിസെപ്സ് വരും. അതേപോലെ ആരാ വരിക? അസ്പെർജിലസും വരും. ക്ലാവിസെപ്സും അസ്പെർജിലസും ഞാൻ പറഞ്ഞതാ. ഫംഗസിന്റെ എക്സാമ്പിൾ പഠിക്കണം, സ്പോറിന്റെ പേരും പഠിക്കണം, ചോദ്യം വരുമെന്ന്. ഓക്കെ, ഇത് മക്കളെ ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് ഡയഗ്രാം. സാധാരണ ഫോട്ടോസിന്തസിസ് ചോദിക്കുക, ഈ വട്ടം ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട്. നെയിം ദ ഓർഗനൽ. ഇതേതാ? കണ്ടോ, ഗ്രാനയും സ്ട്രോമയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതേതാ? ഇത് ഏത് ഓർഗനലാ മക്കളെ? ക്ലോറോപ്ലാസ്റ്റ് ആണ് ഇത്. അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം ലേബൽ എ എന്ന് പറയുന്നത് എന്താ? തൈലക്കോടിന്റെ കൂട്ടമാ. തൈലക്കോടിന്റെ കൂട്ടമാണെങ്കിൽ ബി എന്താ മക്കളെ? ഗ്രാനയാണ്. ഇതെന്താ? ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ സ്ഥലമാ. ആ സ്ഥലത്തെ എല്ലാവരും അടയാളപ്പെടുത്തിയേക്കണേ. ഈ സ്പേസ്, ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ സ്പേസിന്റെ പേരെന്താ? സ്ട്രോമ എന്നാ വിളിക്കുക. എ എന്ന് പറഞ്ഞാൽ സ്ട്രോമ, ബി എന്ന് പറഞ്ഞാൽ ഗ്രാന. ഫംഗ്ഷൻ ഓഫ് എ ആൻഡ് ബി. എന്റെ പണി എന്താ? എന്റെ പണി സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക. ബിന്റെ പണി എന്താ? ഗ്രാനയിലാണ് എന്ത് നടക്കുക? ലൈറ്റ് റിയാക്ഷൻ നടക്കുക. അപ്പൊ സ്ട്രോമയുടെ ഫംഗ്ഷൻ എന്താ? ഡാർക്ക് റിയാക്ഷൻ നടത്തുക. ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ. ഗ്രാനയുടെ പണി എന്താ? ഇറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ലൈറ്റ് റിയാക്ഷൻ. സ്ട്രോമയെ ഡാർക്ക് റിയാക്ഷൻ നടക്കും, ഗ്രാനൈൽ ലൈറ്റ് റിയാക്ഷൻ നടക്കും. പ്രോഫേസ് 1 ഏത് സ്റ്റേജിലാണ് ഇതൊക്കെ നടക്കുക? നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനാ. പ്രോഫേസ് 1 ഏത് സ്റ്റേജിലാണ് ഇത് നടക്കുക? പ്രോഫേസ് 1 ഏത് സ്റ്റേജിൽ നടക്കുക? റീകോമ്പിനേഷൻ നൊഡ്യൂൾ. മക്കളെ, റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് ഓവറാ. ക്രോസിംഗ് ഓവർ എവിടെ നടക്കുന്നോ അവിടെ നൊഡ്യൂൾ കാണുക. എന്താ നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ? സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ. ഇതപ്പോ എവിടെ നടക്കുക? ഇതപ്പോ എവിടെ കാണുക? പാക്കറ്റില്ല കാണുക. ഇതെവിടെ കാണുക? പാക്കറ്റിലാണ് മക്കളെ കാണുക. പാക്കറ്റില്ല കാണുക. അടുത്ത ചോദ്യം നോക്കേ. ക്രോമസോംസ് ഫുള്ളി കണ്ടൻസ് ചെയ്തു. ക്രോമസോം ഫുൾ ആയിട്ട് ചുരുങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? സ്പിൻഡിൽ ഫൈബർ പുറത്തു വരാൻ തുടങ്ങി. സ്പിൻഡിൽ ഫൈബർ പുറത്തു വരുന്നതിനെ നമ്മൾ അസംബിൾ എന്ന് വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? ഹോമോലോഗസ് ക്രോമസോമിനെ സെപ്പറേറ്റ് ആക്കാൻ സ്പിൻഡിൽ ഫൈബർ പുറത്തേക്ക് വന്നതേ ഉള്ളൂ. സ്പിൻഡിൽ ഫൈബർ ക്രോമസോമിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. അറ്റാച്ച് ചെയ്യുന്നത് എവിടാ? മെറ്റാഫേസ് 1. അപ്പൊ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ഏതാ? ഡയാകൈനസിസ്. ഇത് ഏത് സ്റ്റേജിലാണ് മക്കളെ നടക്കുക? ഡയാകൈനസിസ് സ്റ്റേജിലാണ് നടക്കുക. അടുത്ത സിനാപ്റ്റോണൽ കോംപ്ലക്സ്. രണ്ട് ക്രോമസോമുകൾ തമ്മിൽ അട്രാക്ട് ആക്കുന്ന കോംപ്ലക്സ്, പ്രോട്ടീൻ കോംപ്ലക്സ്. അതെവിടെ ഉണ്ടാകുക? ഏത് സ്റ്റേജിലാ? സൈഗോട്ടീൻ സ്റ്റേജിലാ. ഏത് സ്റ്റേജിലാണ് ഉണ്ടാകുക? സൈഗോട്ടീൻ സ്റ്റേജിലാണ് ഉണ്ടാകുക. മക്കളെ, ഇത്രയാണ് നമ്മുടെ 20 ക്വസ്റ്റ്യൻ. ഇതിന്ന് ഞാൻ പഠിപ്പിക്കാത്ത, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അതെനിക്ക് കാണിച്ചു തരണം. ഇത് ഞാൻ എപ്പിപെറ്റാലസ് പഠിപ്പിച്ചതാ. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. 1 മാർക്ക്. ഇതൊക്കെ കൺജന്റീവ് ടിഷ്യൂ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അനാട്ടമി പഠിപ്പിക്കാൻ പറഞ്ഞാൽ കൺജന്റീവ് ടിഷ്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്തെന്താ? ഈ ചിത്രം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ ഈ ചിത്രം ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല മക്കളെ. അടുത്തെന്താ? ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ട്രൈക്കോമോ എൻഡോമറസ് സിസ്റ്റം, ഇത് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടില്ല മക്കളെ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പ്ലാസന്റേഷൻ ടൈപ്പ്, ബുള്ളിഫോം സെൽസ്, സൈറ്റോകൈനസിസ്, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാ. ഈ ചിത്രം നമ്മൾ അതേപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല മക്കളെ. ഈ ക്വസ്റ്റ്യനും ഞാൻ പഠിപ്പിച്ചതല്ല. ഇതേപോലെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. സ്പോറിന്റെ പേര് ഞാൻ പഠിപ്പിച്ചിട്ടില്ല മക്കളെ. ബാക്കി എല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ്. ഈ ഡയഗ്രം ഇതേപോലെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഗ്രാനാസ്റ്റോമയൊക്കെ മറ്റേ ക്ലോറോപ്ലാസ്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം മക്കളെ, ഗ്രാനയാണ്. മറ്റേ ഡയഗ്രം കാണുന്നവർക്ക് ഇത് വേഗം ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതിലെന്താ? ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. റീകോമ്പിനേഷൻ നൊഡ്യൂൾ പാക്കറ്റില്ല കാണുക, സിനാപ്റ്റോണൽ കോംപ്ലക്സ് ആയിക്കോട്ടില്ല. പക്ഷേ ഈ സെന്റൻസ് ഡയാകൈനസിസിലെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്താ പഠിപ്പിക്കാത്തൊക്കെ? 1 മാർക്ക്, 1, ഇത് 3 മാർക്കിന്റെ 4 മാർക്ക്, 4 മാർക്ക്, ഇത് 2 മാർക്കിന്റെ 6 മാർക്ക്, 6 മാർക്ക്, 7 മാർക്ക്, 8 മാർക്ക്, 9 മാർക്ക്. 9 മാർക്കിന് മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. തുറന്നു പറയുകയാണെങ്കിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? 40 മാർക്കിന്റെ ടോട്ടൽ ക്വസ്റ്റ്യനിലെ 31 മാർക്കിനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ അടക്കം 40 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. അതിൽ 31 മാർക്കിനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ, ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ. ഓക്കെ, ആ 31 മാർക്ക് കിട്ടിയെന്ന് കരുതുന്നു. 31 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് A+ ആയിട്ടുണ്ട്. ഈ 31 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിച്ചു എന്ന് ഞാൻ കരുതുന്നു മക്കളെ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കീ തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കണം. ഈ പറഞ്ഞ കീ തന്നെയാണോ നിങ്ങൾ എഴുതിയേക്കുന്നത്, ഇതേ ആൻസർ തന്നെയാണോ എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണേ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയാത്തേക്ക് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക, ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ക്ഷമിക്കണം, 9 മാർക്ക് നിങ്ങളുടെ കളഞ്ഞേന് എന്നോട് ക്ഷമിക്കണം. 9 മാർക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇട്ടിട്ട് വരുമ്പം സമയപരിധി കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ഒന്നും ചെയ്തു വരാൻ പറ്റില്ല മക്കളെ. അതുകൊണ്ടാണ് 9 മാർക്ക് പോയിന്. എൻ്റെ മക്കളെ ക്ഷമിക്കണേ. എന്നെ
എന്നെ വിശ്വസിച്ച് വന്ന എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൂ, 31 മാർക്ക് എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ, 9 മാർക്ക് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ആ 9 മാർക്കിൻ്റെ ആ 9 മാർക്ക് നിങ്ങൾക്ക് ഞാൻ നേടിത്തരും നിങ്ങളുടെ മെയിൻ എക്സാമിന്. 9 മാർക്കും അടക്കം 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളും ഞാൻ പഠിപ്പിച്ച തന്നെ ഞാൻ വരുത്തിത്തരും മക്കളെ മെയിൻ എക്സാമിന്. എൻ്റെ വാക്കാ. നിങ്ങളെല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.